കിലുകിലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചുമക്കളെ, ഞാനങ്ങനെ ഒരാഴ്ചയല്ല 2-3 ആഴ്ച ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്നെങ്കിലും ഒരു വീഡിയോ ചെയ്യണ്ടേ. ഞാൻ കൊതിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ എന്തോ ചെയ്യാനാ, എന്തോ ഒരു മഴ ഇന്ന് ശനിയാഴ്ച ആയിട്ട്. ഈ തുണികളൊക്കെ കഴുകിയിട്ടൊന്ന് ഉണങ്ങണ്ടേ. മുറ്റത്തിറങ്ങിപ്പോയി അശയിലോട്ട് തുണി വാരിയിടും. വീണ്ടും ഞാൻ എടുത്ത് എൻ്റെ ഷെഡിലിടും. ആ ഷെഡിൽ മരം വീണ് ആ ഷെഡ് മൊത്തം പോയി. എന്നാലും പോട്ട്, നിങ്ങളൊക്കെ എങ്ങനെയാ ഈ തുണികൾ ഉണക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്? ഇന്ന് ഞങ്ങൾക്ക് കറണ്ട് ബില്ല് വന്ന് മരം ഒടിഞ്ഞ് വീണ് തന്നെ നമുക്ക് 4-5 ദിവസം നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു. അത് പോട്ട്, ഇന്ന് കറണ്ട് ബില്ല് വന്ന് 1100 ചില്ലറ പൈസയായി. അത് കഴിഞ്ഞിട്ട് ബാലൻസ് പൈസ കിടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് 560 രൂപ എങ്ങാണ്ടായി. ഇതെല്ലാം കൂടെ ഓണം അടുപ്പിച്ച് 1700 രൂപ എങ്ങാണ്ടായി. കണക്ക് തെറ്റിയതാണോ എന്തോ, 1700 ആയില്ല. എന്നാലും പോട്ട്, ഈ തുണിയൊക്കെ ഞാൻ എങ്ങനെ ഇട്ട് ഉണക്കും? ഈ കൊച്ചു പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകണ്ടേ. അതിനൊക്കെ ഫാനും ഇട്ട് ലൈറ്റും ഇട്ട് നേരം എടുത്ത് വൈകുന്നേരം വരെ ഇട്ടിരുന്നിട്ടാണ് ഈ തുണികളെല്ലാം ഉണക്കി കിട്ടുന്നത്. ഈ കറണ്ട് ബില്ല് എങ്ങനെയെങ്കിലും അടച്ച് തീർന്ന് ഇനി ഈ മാസവും കഴിഞ്ഞ് അടുത്ത മാസം അവർ വരുമ്പോൾ എൻ്റെ പൊന്നെ 2000 രൂപയായി ഈ മഴ തോരുമ്പം. നിങ്ങളൊക്കെ എങ്ങനെ തുണി ഉണക്കുന്നത് എനിക്ക് ഒന്ന് പറഞ്ഞത്. ഈ ഫാനിട്ടാന്നോ അതാ ഉള്ള കാറ്റത്തും വെയിലത്തും ആണെന്നോ? ഈ ജോലിക്കും മേലേക്കും പോകുന്നവർ എങ്ങനെ ഈ തുണികളൊക്കെ ഉണക്കും? അല്ല, എനിക്ക് അറിയാമെന്ന് നിങ്ങളൊന്നും എനിക്ക് പറഞ്ഞതാ. ദൈവത്തെ ഓർത്ത് ആരും എന്നെ പള്ളൊന്നും പറയരുത്. എൻ്റെ ഗതിയോടുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഇനിയിപ്പോൾ എന്തരൊക്കെ പറയുന്നത്, ഞാൻ ഇനി ഒന്നും പറയണ്ട. ജോലിക്ക് ഇറങ്ങി പോകുന്നവർ പോയിട്ട് വരുമ്പോൾ ചോദിക്കുന്നു, എനിക്കൊക്കെ എന്തോ വീട്ടിൽ ഇരിക്കുമ്പം ജോലി എന്താ ഇതൊക്കെ തുണികളൊക്കെ വരിയിട്ട് ഉണക്കിയാൽ? വീട്ടിൽ ഇരിക്കുന്ന അമ്മമാരായി പോയില്ലേ? ജോലിക്ക് ഇറങ്ങി പോകുന്നെങ്കിൽ അങ്ങനെയും പറയും. ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ പോയ കാര്യം. കട്ടിയുള്ള പാൻ്റായാലും കട്ടിയുള്ള നിക്കറായാലും അല്ല പുകച്ചെങ്കിലും അത് ഉണക്കി വെക്കണം. അല്ലെങ്കിൽ അന്നത്തെ കാര്യം 100 മരുന്നും കൂടെ അടിക്കുമെന്നെങ്കിൽ പിന്നെ പറയണ്ട. അങ്ങനത്തെ കാര്യങ്ങളാണ് എൻ്റെ മക്കളുമാരെ. പിന്നെ 2-3 ആഴ്ചയായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഇന്ന് എനിക്ക് കൊതി തോന്നി ഞാനങ്ങ് ഇട്ടത്. അതുകൊണ്ട് ആരും എന്നെ ചീത്തയും പള്ളൊന്നും പറയരുത്. എല്ലാവർക്കും നിങ്ങളൊക്കെ കാണിക്കുന്നത് ഉള്ള വീഡിയോ ഒക്കെ ഇട്ടതൊക്കെ കണ്ടാലല്ലേ നമുക്ക് ഒരു കൊതി വന്നത്. അതുകൊണ്ട് ഓണമൊക്കെ വരുന്നു. ആരും മഴയത്തും വെള്ളത്തിലൊന്നും കൊച്ചു പിള്ളേരൊക്കെ ഇറങ്ങാതെ പിള്ളേരെല്ലാവരും സൂക്ഷിക്കണം. പിള്ളേരാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്ത കൊച്ചുങ്ങളായി 10 വയസ്സുള്ള പിള്ളേർ എങ്ങോട്ടാന്ന് വെച്ചാൽ, അതുകൊണ്ട് തന്നെ തള്ളയാലും ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം പിള്ളേരെ. ഓണമൊക്കെ വരുന്നത്, മഴയും വെള്ളമൊക്കെ ഇങ്ങനെ അങ്ങ് പോവും. പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇതൊക്കെ ഉള്ളൂ. ആരും പള്ളൊന്നും പറയരുത്. ഇങ്ങനെയൊക്കെ പോകുന്നു. ശരി, എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ലൈക്കും കമൻറ്റൊക്കെ തന്നാൽ കൊള്ളാം, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ.